മരണത്തിൻ്റെ രുചി. അച്ഛനും അമ്മയും തമ്മിലുള്ള കലഹങ്ങൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരുന്നു. അരക്ഷിതാവസ്ഥയും നിരാശയും എന്നിൽ ഉരുണ്ടുകൂടി. ആ വഴക്കുകൾ കുട്ടിയമ്മയെയും അമ്മാവനെയും അസ്വസ്ഥരാക്കി. അവർക്ക് അച്ഛനോട് കടുത്ത അമർഷമുണ്ടായി. അതിനെ തുടർന്ന് വാക്കുതർക്കങ്ങളുണ്ടായിരുന്നു. അമർഷവും വെറുപ്പും പുകയുന്ന മനുഷ്യർക്കിടയിൽ പാതിചത്ത ഇഴജന്തുവിനെ പോലെ ഞാൻ ചുരുണ്ടുകിടന്നു. സഹോദരങ്ങളുള്ള കൂട്ടുകാരെ കാണുമ്പോൾ സങ്കടം വരുമായിരുന്നു. അതുപോലെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിരുന്നു. സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളെ വേണമായിരുന്നു. എന്നും എവിടെയും ഒറ്റയായ ജീവിതം. കൃഷിയിടങ്ങൾക്ക് നടുവിലെ കണ്ണേറുകോലം പോലെ ഒറ്റക്കാലിൽ തറഞ്ഞു നിന്നു. അച്ഛനോടുള്ള ദേഷ്യവും പിണക്കവും കാരണം കുട്ടിയമ്മ ഒഴികെ മറ്റാരും എന്നോട് സംസാരിക്കാതെയും പരിഗണിക്കാതെയുമായി. ഒരിക്കൽ അമ്മയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ, വീട്ടിനുള്ളിൽ കയറേണ്ട, നിന്റെ മരക്കാലിട്ട് ചവിട്ടിയാൽ ഞങ്ങളുടെ തറ പൊട്ടിപ്പോകും എന്ന് അമ്മാവൻ്റെ ഭാര്യ പറഞ്ഞു. നെഞ്ചിലേക്ക് 1000 മുള്ളാണികൾ തറഞ്ഞു കയറുന്നത് പോലെയാണ് ആ വാക്കുകൾ പതിച്ചത്. കുട്ടിയായിരിക്കുമ്പോൾ സമാനമായ മറ്റൊരനുഭവം ഉണ്ടായിട്ടുണ്ട്. കൂട്ടുകാരോടൊപ്പം അടുത്ത വീടിൻ്റെ മുറ്റത്ത് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഒരു കുട്ടിയുടേതായിരുന്നു ആ വീട്. വെള്ളം കുടിക്കാനായി എല്ലാവരും വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ അവർക്കൊപ്പം കയറിയ വരാന്തയിൽ പോലും കയറാൻ അനുവദിക്കാതെ അവിടുത്തെ അമ്മ പുറത്തു നിർത്തി. മരക്കാലിട്ട് വീട്ടിനുള്ളിൽ കയറരുതെന്ന് പറഞ്ഞ് അവർ ശകാരിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. അന്നുണ്ടായ സങ്കടത്തേക്കാൾ എത്രയോ ഇരട്ടിയായിരുന്നു ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും നേരിടേണ്ടി വന്ന അപമാനം. ജനിച്ച ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ വിശന്നു കരിഞ്ഞ എനിക്ക് മുലപ്പാൽ പകർന്നു തന്ന സ്ത്രീ തന്നെയാണോ അതെന്നോർത്ത് എനിക്ക് അത്ഭുതം തോന്നി. അതുവരെയുള്ള ജീവിതത്തിൽ നേരിടേണ്ടി വന്ന അവഗണനയെക്കാളും അമ്മായിയുടെ വാക്കുകൾ തകർത്തെറിഞ്ഞു. ദിവസങ്ങളോളം അവരുടെ വാക്കുകൾ ചോര ചീറ്റിക്കിടന്നു. പഞ്ഞിക്കായകൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഓരോ ദിവസവും ജീവിച്ചിരിക്കാൻ കാരണങ്ങൾ പോലും ഇല്ലാത്തത്ര വ്യർത്ഥമായി ചുറ്റും പടർന്നു കിടന്നു. വായന സമ്മാനിച്ച സാങ്കല്പിക ലോകമല്ലാതെ ബാഹ്യലോകത്തിൽ സ്വന്തമായി ഒന്നുമില്ലായിരുന്നു. അതിതീവ്രമായി ആരെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളായിരുന്നു ഏറെയും. ജീവിത വിരക്തിയും വിഷാദവും പിടികൂടി. ദിവസം തോറും മുറുകി വരുന്ന ജീവിതം ഈ ദിവസത്തിൽ എന്തിനാണ് നിലനിൽക്കുന്നതെന്ന തോന്നൽ ശക്തമായി. മാതാപിതാക്കളുടെ നിരന്തരമായ കലഹം, വേണ്ടപ്പെട്ടവരാൽ അവഗണിക്കപ്പെടുന്നു. അപമാനവും ഒറ്റപ്പെടലും വേദനകളും എന്നെ നെടുകെ പിളർത്തി. അതിനിടയിൽ തീവണ്ടിക്കിടയിൽപ്പെട്ട് ചാകാതെ കിടക്കുന്നവളെ പോലെ പകലുകളും രാത്രികളും കുതിച്ചു നീങ്ങിക്കൊണ്ടിരുന്നു. ഈ ജീവിതം എനിക്ക് വേണ്ട, ഇത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന ചിന്തയായിരുന്നു. ആത്മഹത്യ എന്ന ചിന്തയും പേറി ദിവസങ്ങളോളം നടന്നു. അതിനുള്ള പല വഴികൾ ആലോചിച്ചു. ഒടുവിലൊരു വഴി കണ്ടെത്തി. അന്നായിരുന്നു ആദ്യത്തെ ആത്മഹത്യാശ്രമം. വീട്ടിൽ ആരുമില്ലാതിരുന്ന ദിവസം ഏതൊക്കെയോ കുറേ ഗുളികകൾ എടുത്തു കഴിച്ചു. ഞാനിനി ഈ ഭൂമിയിലില്ല, ഇവിടുത്തെ ജീവിതം തീർന്നിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ കട്ടിലിൽ വന്ന് കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതിശക്തമായി തലകറങ്ങുകയും നിമിഷങ്ങൾക്കുള്ളിൽ ഛർദ്ദിക്കാനും തുടങ്ങി. കഴിച്ച ഗുളികകൾ ഓരോന്നായി പല നിറത്തിൽ രൂപമാറ്റം വന്ന് തൊണ്ടയിൽ നിന്ന് പുറത്തു ചാടിക്കൊണ്ടിരുന്നു. എൻ്റെ വയറ്റിൽ ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞു വീശി. ബോധം മറയുന്നത് അറിയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഛർദിയും കഴിഞ്ഞ് തിരികെ വന്ന് കിടന്നത് മാത്രമേ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ. അമ്മ വന്ന് കുലുക്കുഴിക്കുമ്പോഴായിരുന്നു ഉണർന്നത്. ആ 15-കാരിയുടെ വമ്പൻ ആത്മഹത്യാശ്രമം ആരും അറിഞ്ഞില്ല. വീട്ടിലെല്ലാം പതിവ് പോലെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അതിദാരുണമായി പരാജയപ്പെട്ട ആത്മഹത്യാശ്രമത്തിന് ശേഷം പിന്നീട് പലതവണ പല രീതികളിലും ശ്രമിച്ചിരുന്നെങ്കിലും ഒന്നും വിജയം കണ്ടെത്തില്ലെന്ന് മാത്രമല്ല, ആരും അറിഞ്ഞതുമില്ല. മരണത്തിലേക്ക് എത്താനുള്ള വീര്യമൊന്നും ആ ശ്രമങ്ങൾക്കില്ലാതെ പോയിരിക്കണം. ജീവിതവും മരണവും ഒരുപോലെ പരാജയപ്പെടുത്തിയവളുടെ അടയാളങ്ങളും പേറി നടന്നു. പലപ്പോഴും കൈത്തണ്ടയിലെ പാടുകളൊക്കെ വിദഗ്ധമായി ഒളിപ്പിച്ചു. തികച്ചും അദൃശ്യമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ അടിമുടി മാറ്റിയ ആ സംഭവം നടക്കുന്നത്.